ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഡോക്ടർ രാജീവ് എബ്രഹാം. ഞാൻ ആദ്യമായിട്ട് ഈ സാക്ഷ്യത്തിന് എന്നെ ഇവിടെ നിർത്തിയ കൃപാസന മാതാവിനും കർത്താവിൻ്റെ വലിയ നാമത്തിനും ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. കാരണം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്ന് ആദ്യമേ ഞാൻ പറയുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് നാലാഞ്ചിറ. എൻ്റെ വൈഫ് പ്രിസില്ല. അപ്പോൾ ഞാൻ ഇന്ന് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ വൈഫിന് ജോലി സംബന്ധമായിട്ടുള്ള ജോലി ലഭിച്ചതിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ്. ആദ്യമായി ഞാൻ കൃപാസനത്തിൽ വന്ന് 2025 ഡിസംബർ 12 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ, ഞാൻ ഇവിടെ കരുനാഗപ്പള്ളിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് 4 വർഷമായിട്ട്. അപ്പോൾ അവിടെ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സിസ്റ്റർ, ഷൈനി സിസ്റ്ററാണ് എൻ്റെ ആദ്യമായിട്ട് ഇത് പറഞ്ഞത്. ഇങ്ങനെ കൃപാസനം ഉണ്ട്, ഇവിടെ പ്രാർത്ഥനയുണ്ട്, എന്തായാലും ഡോക്ടർ എന്തായാലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം. എനിക്ക് കൃപാസന പത്രം തന്നു. പക്ഷേ ഞാൻ ആ 4 വർഷത്തിനും അന്നൊന്നും വരാനൊന്നും സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഡിസംബർ ആണ് പിന്നെ വരാൻ ഇവിടെ സാധിക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു എന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഉടമ്പടി പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ എൻ്റെ വൈഫിൻ്റെ ജോലിയുടെ സംബന്ധമായിട്ടുള്ള വിഷയം ഞാൻ അത് എഴുതിയിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു അത് ദൈവം തരുന്ന സമയത്ത് ലഭിക്കട്ടെ എന്നായിരുന്നു. എൻ്റെ വൈഫ് പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ മെറിറ്റിൻ്റെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. വൈഫ് PhD ഹോൾഡറാണ്, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നേടിയിട്ടുണ്ട്, സ്വന്തമായിട്ട് പേറ്റൻറ്റ് ലഭ്യമായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഒരു 3 വർഷം ജോലി ഉണ്ടായിട്ട് ഒരു 1.5 വർഷമായിട്ട് ജോലി നഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ജോലി ഇല്ലായിരുന്നു. അപ്പോൾ പല ഇൻ്റർവ്യൂകളിലും വന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊന്നും കിട്ടുന്നില്ല. എല്ലാം ഒരു ഇൻ്റർവ്യൂ കിട്ടി, പക്ഷേ അത് പല ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അത് നഷ്ടപ്പെട്ടു. പലതും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, നല്ലതായിട്ട് ചെയ്തെന്ന് പറഞ്ഞു, പക്ഷേ ജോലിയൊന്നും ലഭിക്കുന്നില്ല. ഞാൻ ഉടമ്പടി എടുത്ത് 2 മാസത്തിനകം ഞാൻ പറഞ്ഞില്ല, ഞാനിതൊന്നും വിഷയമായിട്ട് തന്നെ വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ തന്നെ ഞാൻ ആ പ്രത്യേക സാഹചര്യത്തിൽ വൈഫിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വൈഫിൻ്റെ ഫാദറിന് അസുഖമായി, ഒരു സ്ട്രോക്ക് പോലെ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു. അങ്ങനെ വൈഫിൻ്റെ വീട്ട് കോയമ്പത്തൂർ പോയി. അവിടെ ഒരാഴ്ച അവിടെ ആയിരുന്നു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിലായിരുന്നു. ആ സമയത്താണ് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഉടമ്പടി വസ്തുക്കളൊന്നും കൊടുത്തുവിടാനൊന്നും സാധിച്ചില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പിയിലിരുന്ന് ഞാൻ ആ സമയത്ത് ഇൻ്റർവ്യൂ ആകുന്ന സമയത്ത് കാശുരൂപം മാത്രം എൻ്റെ കയ്യിലുണ്ട്. കാശുരൂപം ഞാൻ ജമാലിൽ ചേർത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കാശുരൂപം എടുത്ത് മാതാവേ എൻ്റെ മെറിറ്റൊന്നും എനിക്ക് പറയാനില്ല, കാരണം ഞാൻ ഈ വിഷയങ്ങൾ, പക്ഷേ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഇത് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാതാവേ, കർത്താവിനോട് ഇത് അപേക്ഷിക്കണം, ഇതും എൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഞാൻ അഭയം കൊള്ളുന്നു എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. തൽഫലമായിട്ട് വൈഫിന് ഇൻ്റർവ്യൂ എല്ലാം നല്ലവണ്ണം അറ്റൻഡ് ചെയ്യാവുന്നു. കാരണം അതൊരു നല്ല ടെക്നിക്കൽ റൗണ്ടായിരുന്നു. നല്ലതായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വിശദമായിട്ട് തന്നെ ചോദിച്ചു. 100-ലേറെ ആൾക്കാർ വന്ന് അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിൽ നിന്നാണ് ഇത് വൈഫിന് ഈ ഇൻ്റർവ്യൂവിൽ നല്ലവണ്ണം അത് പെർഫോം ചെയ്യുകയും അവരത് കോൾ ലെറ്റർ അയച്ച് അതിലേക്ക് ജോലി ലഭിക്കാനുള്ള കാരണം. രണ്ടാമതായിട്ട് പറയാനുള്ള എൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള മാറ്റങ്ങളാണ്. ഞാൻ പള്ളിയിൽ പോവും എന്നല്ല, അതായത് എൻ്റെ കുമ്പസാരവും ബാക്കിയുള്ള ആത്മീയ ജീവിതം ഒരു എന്താ പറയുക, ഒരു ക്രമമില്ലായിരുന്നു. വേദപുസ്തകം പിള്ളേരെ കൊണ്ട് വായിക്കും. എനിക്ക് 3 കുട്ടികളാണ്. അപ്പം പിള്ളേരെ കൊണ്ട് വായിക്കുന്നല്ല, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ദിവസം ഇടയ്ക്ക് വായിക്കുന്നല്ലാതെ ഒരു സ്ഥിരമായ ഒരു ചിട്ട എൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. ആ ചിട്ടകൾ എല്ലാം എന്താ പറയുക, ഒരു ചിട്ട എന്നെ ഈ ജീവിതം, ഈ ഉടമ്പടി ജീവിതം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനും സഹായിച്ചു. ഇപ്പോൾ പോലും എനിക്ക് ഞാൻ പറഞ്ഞപ്പം ഇപ്പം മാസത്തിലൊരിക്കലെങ്കിലും ആകുന്നു. അതിന് തന്നെ 2 ആഴ്ചയിലൊരിക്കലാണ് ഉടമ്പടി പ്രകാരം സംസാരിക്കേണ്ടത്. ബാക്കി ആത്മീയ പ്രവർത്തനങ്ങളിൽ കാരുണ്യപ്രവൃത്തിയായി ചെയ്യുന്നത് ഞാൻ കൃപാസന പത്രം കൊടുക്കുന്ന, ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനാണ് കൂടുതൽ കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ അറിയുന്ന അടുത്തുള്ള പള്ളിയിൽ അങ്ങനെയൊക്കെയുള്ളവർക്കാണ് ഇപ്പോൾ ഇതുവരെ കൊടുത്തിട്ടിരിക്കുന്നത്. അതുപോലെ ആഴ്ചയിലൊരിക്കൽ ഞാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവിടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ള രോഗികൾ, അപ്പോൾ ചിലപ്പോൾ അവർ വെളിയിലായിരിക്കും ഇരിക്കുന്നത്, അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം അവർ നേരത്തേക്ക് കൊടുക്കും എന്നാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ തുടർന്നും ഞാൻ പറഞ്ഞ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കാൻ വരുന്നത്. അപ്പോൾ അത് മുമ്പായിട്ട് ഇവിടെ ഒരു സമയത്ത് തന്നെ എനിക്കൊരു സാക്ഷ്യം പറയുവാൻ, ഇതെല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയും കർത്താവിൻ്റെ വലിയൊരു പ്രവർത്തനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അതിനായിട്ട് ഞാൻ കൃപാസന മാതാവും കർത്താവായ എൻ്റെ യേശു ക്രിസ്തുവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ കാല് വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. സങ്കീർത്തനം 94:18 ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹവും കരുണയും കൃപയും നമ്മെ വീഴാൻ അനുവദിക്കാതെ നമ്മെ താങ്ങി നിർത്തി എപ്പോഴും കരുതലിൽ നമ്മെ മുന്നോട്ട് നയിക്കുകയാണ്. നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവകൃപയും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത്. മരിയൻ ഉടമ്പടി ദൈവത്തോടുള്ള ഒരു ആത്മീയ ബന്ധമാണ്. അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി എന്നത് ഉടമ്പടി മക്കളുടെ ഒരു ജീവിതാനുഭവമാണ്. ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ സ്നേഹവും വാത്സല്യവും താങ്ങി നിർത്തിയ ഒരു അനുഭവം സാക്ഷ്യമാണ് ഡോക്ടർ രാജീവ് എബ്രഹാം നമ്മളോട് ഷെയർ ചെയ്തത്. നമ്മുടെ ഓരോ ദുർബലതകളുമായി, പ്രശ്നങ്ങളുമായി, ബുദ്ധിമുട്ടുകളുമായിട്ടാണ് കൃപാസനം അമ്മയുടെ സന്നിധിയിൽ നമ്മൾ എത്തുമ്പോൾ അമ്മയാണ് നമ്മളെ കരം പിടിച്ച് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മ. ഓരോ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും വിശ്വാസ ജീവിതത്തിലൂടെയും വഴുതിപ്പോകാതെ നമ്മളെ നിലനിർത്തുന്നതും പരിശുദ്ധ അമ്മയാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും നിരാശകളും പലപ്പോഴും നമ്മെ തളർത്തുമെങ്കിലും ഇവയിലൊക്കെ കാല് വഴുതാതെ മുന്നോട്ട് നയിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്കും മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടർ രാജീവ് എബ്രഹാമിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹം, ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളും ഒരു ഡോക്ടറായിരിക്കെ സ്റ്റാറ്റസ് നോക്കി പത്രം കൊടുത്തില്ലെന്നല്ല, ആ ഓരോ പത്രങ്ങളും പ്രാർത്ഥിച്ച് വരുന്ന രോഗികൾക്കും കാണുന്ന ഒരു നല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അവിടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ പത്രം കൊടുക്കുകയും അഭിമാനമോ ഒന്നും നോക്കാതെ ഈശോയുടെയും അമ്മയുടെയും സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഈ ഡോക്ടർ മറ്റുള്ളവർക്ക് വേണ്ടി ആ സ്നേഹമാണ് പകർന്നു കൊടുക്കുന്നത്. ഈശോയും അമ്മയും നമ്മളെ തളരാതെ തകർക്കാതെ നോക്കുന്ന ഒരു ഈശോയുണ്ട്, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു അമ്മയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഡോക്ടറിൽ നിന്ന് സാധിക്കുന്ന സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. ആ അനുഭവമാണ് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും അനുഭവങ്ങളും മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തി ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ മഹത്വപ്പെടുത്താം. കൂടുതൽ തീക്ഷ്ണതയോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഡോക്ടർ രാജീവ് എബ്രഹാമിന് കുടുംബത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.